എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുവാനായിട്ട് പോകുന്നത്. ഇത് അത്യാവശ്യം പാചകം അറിയാവുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയാണ്. വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങളിതിലേക്ക് തിരിയണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അത്യാവശ്യം പാചകമൊക്കെ അറിയാവുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയാണ്. ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നത്. നമ്മളിന്ന് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു 100 പേർക്ക് നമ്മളൊരു ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ ബിരിയാണി റൈസോ എന്തെങ്കിലുമൊക്കെ പാകം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആവശ്യമായ ചിക്കൻ റോസ്റ്റ് എത്രയാണ് എന്നുള്ളത് ആണ് നമ്മളിന്ന് പറയുവാനായിട്ട് പോകുന്നത്. നമുക്ക് അതിന് എന്തൊക്കെ ചേരുവകളാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒരു 5 കിലോ സവാള വേണം. അപ്പോൾ നമുക്ക് തൊലി കളഞ്ഞ സവാള ഒരു 5 കിലോ ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 6 കിലോ സവാള എടുക്കണം. ഇനി അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല. ഇഞ്ചി ഒരു 125 ഗ്രാം വേണം. വെളുത്തുള്ളി ഒരു 150 ഗ്രാം വേണം. അണ്ടിപ്പരിപ്പ് ഒരു 500 ഗ്രാം വേണം. തക്കാളി ഒരു 800 ഗ്രാം വേണം. കാശ്മീരി മുളക് പൊടി 150 ഗ്രാം. മല്ലിപ്പൊടി 150 ഗ്രാം. മഞ്ഞൾപ്പൊടി 30 ഗ്രാം. ഉപ്പ് പാകത്തിന്. വെളിച്ചെണ്ണ 1 കിലോ. മസാലക്കൂട്ട് 75 ഗ്രാം. പെരിഞ്ജീരകം 25 ഗ്രാം. ഇനി ഈ കറി ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് താളിപ്പിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് കടുക്, അതുപോലെ ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി, ഒരു 20 ഗ്രാം വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു 25 ഗ്രാം ചിക്കൻ മസാലയും ഒരു 25 ഗ്രാം കുരുമുളക് പൊടിയും, നെയ്യ്, നല്ല നെയ്യ് ഒരു 75 ഗ്രാം, ഒരു 50 ml വെളിച്ചെണ്ണ. ഇനി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ വറുത്ത് വെക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടല്ലോ. അതിലേക്ക് വേണ്ടിയിട്ട് ഒരു 4 കിലോ വെളിച്ചെണ്ണ, പിന്നെ ഒരു ഇഞ്ചി ഒരു 50 ഗ്രാം, വെളുത്തുള്ളി ഒരു 50 ഗ്രാം, മുളക് പൊടി ഒരു 50 ഗ്രാം, മഞ്ഞൾപ്പൊടി ഒരു 25 ഗ്രാം, പാകത്തിന് ഉപ്പ്. നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ ചിക്കൻ 27 കിലോ ചിക്കനാണ് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. അത് ലൈവായിട്ടുള്ള ചിക്കനാണ് 27 കിലോ എന്ന് പറയുന്നത്. അതായത് പപ്പും കൂടെ എല്ലാം കൂടെയും കൂടിയിട്ട് ഒരു 27 കിലോ ചിക്കനാണ് നമുക്ക് വേണ്ടത്. അതൊരു 270 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഒരാൾക്ക് ഒരു 2.25 പീസ്, 2.5 പീസ് കിട്ടാൻ പാകത്തിന് നമുക്കൊരു 260-270 പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് എല്ലാ ഷോപ്പുകളിൽ നിന്നും തന്നെ നിങ്ങൾക്കത് കട്ട് ചെയ്ത് കിട്ടും. ഇനി ആ കട്ട് ചെയ്ത ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളം പോകാനായിട്ട് വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. അതിലേക്ക് ഈ 50 ഗ്രാം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും 50 ഗ്രാം ഇഞ്ചിയും 50 ഗ്രാം വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ അകത്ത് പേസ്റ്റായിട്ട് അതിൻ്റെ അകത്ത് പുരട്ടുക. അതുപോലെ തന്നെ ഈ മുളക് പൊടി 50 ഗ്രാം മുളക് പൊടിയും 25 ഗ്രാം മഞ്ഞൾപ്പൊടി. ഇതിന് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇടാം. കൂടുതലാണെന്ന് തോന്നുവാണെങ്കിൽ അത്ര ഇടണ്ട. ഞാൻ ഏകദേശം ഒരു കണക്ക് പറഞ്ഞാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് അത്യാവശ്യം പാചകം അറിയാവുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞത്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടി മാറ്റി വയ്ക്കുക. ഒരു അരമണിക്കൂറിന് ശേഷം ഒരു ചീനിച്ചട്ടി, അത്യാവശ്യം വലിയ ഒരു ചീനിച്ചട്ടിയോ ഉരുളിയോ എടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഈ 4 കിലോ വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചിട്ട് അത് കുറേശ്ശെ നിങ്ങൾക്കതിലേക്ക് ഇട്ട് വറുത്ത് അത് മാറ്റി വയ്ക്കാവുന്നതാണ്. വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കുക എന്നുള്ളതാണ്. ഗ്രേവി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം സവാള 5 കിലോ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നന്നായിട്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് സവാള മാറ്റി വയ്ക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും 150 ഗ്രാം ഇഞ്ചിയും 125 ഗ്രാം വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് അത് മാറ്റി വയ്ക്കുക. 1/2 കിലോ അണ്ടിപ്പരിപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ അണ്ടിപ്പരിപ്പ് ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റായിട്ട് അതും അരച്ച് മാറ്റി വയ്ക്കുക. ഒരു 3/4 കിലോയിൽ മേളിൽ തക്കാളി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ തക്കാളിയും നന്നായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ചിലർ പേസ്റ്റായിട്ട് അരച്ചൊഴിക്കാറുണ്ട്. അതിൽ നല്ലത് സ്ലൈസായിട്ട് അരിയുന്നത് തന്നെയാണ്. അതുപോലെ കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൃത്യമായിട്ട് അളന്ന് അത് മാറ്റി വയ്ക്കുക. ഉപ്പ് പാകത്തിനുള്ള അവിടെ തയ്യാറാക്കി വയ്ക്കുക. അതുപോലെ തന്നെ മസാലക്കൂട്ട് 75 ഗ്രാം മസാലക്കൂട്ടും ഒരു 25 ഗ്രാം പെരിഞ്ജീരകവും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ 75 ഗ്രാം മസാലക്കൂട്ടിൽ ഒരു 1/4 ഭാഗം എടുത്തിട്ട് ഈ പെരിഞ്ജീരകവും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കുക. ബാക്കി 50 ഗ്രാം മസാലക്കൂട്ട് അവിടെ മാറ്റി വെച്ചേക്കുക. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നതെന്ന് നോക്കാം.
അത് തന്നെ ഉരുളി എടുക്കുക. ഉരുളി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇതിൽ നമ്മൾ ആ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ചിക്കൻ വറുത്ത് നമ്മൾ കോരി ആ വെളിച്ചെണ്ണ നമുക്ക് ബാലൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണയും കൂടി കൂട്ടിയിട്ട് 1 കിലോ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചാൽ മതി. 1 കിലോ വെളിച്ചെണ്ണ നമുക്ക് ഉരുളിയിലേക്ക് നമുക്ക് ഒഴിക്കാം. ഈ ഉരുളിയിലേക്ക് 1 കിലോ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ആദ്യം തന്നെ ഈ 50 ഗ്രാം മസാലക്കൂട്ട് നന്നായിട്ടൊന്ന് നുറുക്കിയെടുത്തതിന് ശേഷം ഒന്ന് ചതച്ച് പൊടിച്ചെടുത്തതിന് ശേഷം, ഇത് പൊടിക്കണ്ട, ഇടിച്ച് ഇതാക്കി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഈ മസാലക്കൂട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇടുക. മസാല പൊട്ടി കഴിയുമ്പോൾ നന്നായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സവാള എണ്ണയിലേക്ക് ഇടുക. നല്ല ബ്രൗൺ ആവുന്ന വരെ നന്നായിട്ട് വഴട്ടണം. ഇച്ചിരി സമയമെടുത്തുള്ള പരിപാടിയാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നല്ലപോലെ വഴറ്റിയതിന് ശേഷം നന്നായിട്ട് വഴന്നു വന്ന് നല്ല ബ്രൗണിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരച്ചു വെച്ചിരിക്കുന്ന നമ്മളതിലേക്ക് ഇടുന്നു. ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചു വെച്ചിരിക്കുന്നത് നല്ല ബ്രൗണായിട്ട് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലപ്പൊടിയും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ല രീതിയിൽ അതൊന്ന് സോട്ട് ചെയ്ത് നല്ലൊരു ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ അണ്ടിപ്പരിപ്പ് അരച്ചത് നമ്മളതിലേക്ക് ഒഴിക്കുകയാണ്. അണ്ടിപ്പരിപ്പ് അരച്ച് വെച്ചിരിക്കുന്നത് നമ്മളതിലേക്ക് ഒഴിച്ചിട്ട് ഈ അണ്ടിപ്പരിപ്പ് നല്ലപോലെ ഒന്ന് സോട്ടായതിന് ശേഷം നമ്മൾ തക്കാളി ഇടുന്നു. ചിലർ തക്കാളി ആദ്യം ഇടാറുണ്ട്, പക്ഷേ അതിൽ നല്ലത് ഇങ്ങനെ ഇടുന്നതാണ്. അണ്ടിപ്പരിപ്പ് നല്ലപോലെ സോട്ട്, ഇത് ഇച്ചിരി സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നന്നായിട്ട് സോട്ടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തക്കാളി ഇട്ടിട്ട് ഈ തക്കാളിയും നല്ലപോലെ സോട്ടാവുന്നത് വരെ ചൂടത്തിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. ഈ തക്കാളിയും നല്ലപോലെ സോട്ടായതിന് ശേഷം നല്ലതുപോലെ സോട്ടായതിന് ശേഷമാണ് നമ്മളിതിൻ്റെ മൊത്തത്തിലുള്ള പ്രിപ്പറേഷനിലേക്ക് കിടക്കുന്നത്. ഇത് നന്നായിട്ട് സോട്ടായി വരുമ്പോൾ ഈ പയ്യെ ഗ്രേവിയിൽ നിന്ന് എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പാകത്തിലേക്ക് വരും. എണ്ണ തെളിഞ്ഞു വരുന്ന പാകത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളത് ഓഫാക്കുക. അപ്പം തന്നെ റെഡിയാക്കാനുള്ളവരാണെങ്കിൽ ഓഫാക്കേണ്ട കാര്യമില്ല, തീ ഉറച്ച് വയ്ക്കുക. ഇതിന് ശേഷം ചെയ്യുന്നതിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം മുൻകൂട്ടി ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം പറയുവാനായിട്ട് വിട്ടുപോയി. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചിക്കൻ്റെ കഴുത്ത് അങ്ങനെയുള്ള സാധനങ്ങൾ, കഴുത്ത്, ചിറക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളൊരു 2-3 ലിറ്റർ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വെക്കണമായിരുന്നു. അത് ഞാൻ ആദ്യം പറയുവാനായിട്ട് വിട്ടുപോയി. ആ വെള്ളം വേണം ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചിട്ട് നമ്മളിതിൻ്റെ ഗ്രേവി മിക്സ് ചെയ്യുവാനായിട്ട്. ഗ്രേവിക്ക് അതിൻ്റെ ഇപ്പം നല്ല ടൈറ്റായിട്ടുള്ളൊരു ഗ്രേവിയാണല്ലോ നമുക്ക് കിട്ടുക. അത് ലൂസാക്കാനായിട്ട് ഈ വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഈ ഗ്രേവിയിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം, നമുക്കറിയാമല്ലോ, അത് ഒഴിച്ച് വരുമ്പോൾ ഒരു പാകത്തിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിക്കുന്നു. തീ കത്തിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇടുന്നു. നല്ലതുപോലെ ഒന്ന് പെരളൻ ടൈപ്പിൽ, കുറച്ച് ഗ്രേവി ആയിട്ട് ഒരു പെരളൻ ടൈപ്പിൽ നിങ്ങൾക്ക് അന്നേരം കിട്ടും. അവരിതിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് താളിപ്പിടുക എന്നുള്ളതായ ഒരു കാര്യമാണ് അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ താളിപ്പിടാനായിട്ട് നമ്മൾ 75 ഗ്രാം നെയ്യ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ. ആ 75 ഗ്രാം നെയ്യും 50 ml വെളിച്ചെണ്ണയും. ഈ വെളിച്ചെണ്ണ നിങ്ങൾ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമില്ല, ഏതാണോ നിങ്ങളുടെ സൗകര്യം അത് ഒഴിക്കുക. ഈ വെളിച്ചെണ്ണ ഒഴിക്കുക, നെയ്യ് ഒഴിക്കുക. അതിലേക്ക് കുറച്ച് കടുക് അതിലേക്ക് ഇടുന്നു. കടുക് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞ് നേരത്തെ മാറ്റി വെച്ചിരിക്കണം. ഈ ചെറിയ ഉള്ളി അരിഞ്ഞത് അതിലേക്ക് ഇടുന്നു. വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് ഒടിച്ചു നുറുക്കി അതിലേക്കിടുന്നു. അതിന് ശേഷം കറിവേപ്പില അതിലേക്കിടുന്നു. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുന്നു. ചെറിയൊരു ബ്രൗണായി വരുമ്പോൾ 25 ഗ്രാം ചിക്കൻ മസാലയും 25 ഗ്രാം കുരുമുളക് പൊടിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് നേരെ ഈ ചിക്കനിലേക്ക് ഇടുന്നു. നന്നായിട്ടൊന്ന് ഒന്ന് പയ്യൊന്ന് ഇളക്കിയെടുക്കുന്നു. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു 10-15 ഗ്രാം വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് പച്ചമുളക് കീറി അതിൻ്റെ മുകളിലേക്ക് ഇടുക. ഇഞ്ചി ഉണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു ഗാർണിഷായിട്ട് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ചിലർ മല്ലിയില ഇടാറുണ്ട്, ചിലർക്ക് മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവരുണ്ട്. മല്ലിയില ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇഷ്ടമുള്ളവർക്ക് അത് ഇടാം, ഇഷ്ടമില്ലാത്തവർക്ക് അത് ഇടണ്ട. ഇത്രയായിട്ടുണ്ടെങ്കിൽ നല്ലൊരു ചിക്കൻ റോസ്റ്റ് റെഡിയാണ്. നിങ്ങൾക്ക് വീട്ടിലൊക്കെ എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇത് ചെയ്യുമ്പോൾ അത്യാവശ്യം പാചകമൊക്കെ അറിയാവുന്ന ആളുകൾ ഇത് ചെയ്യുക.
അല്ലാത്തവർ ഇത് ചെയ്ത് കൊളാക്കരുത് എന്നൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. ഗുഡ് ബൈ.